മൊഡ്യൂൾ നമ്പർ 4 is ഓഡിറ്റ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ്, അതായത് കമ്പനി ഓഡിറ്റ്. ഇതാണ് വൺ ഓഫ് ദി ലെങ്തിയസ്റ്റ് മൊഡ്യൂൾ ഇൻ ദിസ് സെക്ഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് കമ്പനി ഓഡിറ്റ്, ഹൗ ടു ഓഡിറ്റ് എ കമ്പനി ആൻഡ് who to audit a company, etc. So we should understand what is a company. A company is a business organization formed and registered under the Companies Act or any former company law. Companies Act പ്രകാരമോ അതോ ഫോർമർ കമ്പനി ലോ പ്രകാരമോ ഫോം ചെയ്ത ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് കമ്പനീസ്. മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിനെ അപേക്ഷിച്ച് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഇതിന് കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് കമ്പനിയിൽ വരുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഓണറും കമ്പനിയും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. അതേപോലെ അടുത്തത് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനിയും നിയമത്തിന് മുന്നിൽ ഒരു പേഴ്സൺ, അതായത് എന്താണോ ഒരു പേഴ്സണുള്ള റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സണെ പോലെ കമ്പനിക്കും അഗ്രിമെൻറ്റ്സ് എൻറ്റർ ചെയ്യാം, കോൺട്രാക്ട്സ് എൻറ്റർ ചെയ്യാം, അങ്ങനെയുള്ള കുറേ റൈറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ പവേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് കമ്പനിയുടെ ലോൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. പിന്നെ പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഈസ് ഫോംഡ് അണ്ടർ ലോ ആൻഡ് ഇറ്റ് ക്യാൻ ബി വൗണ്ട് അപ്പ് ഓൺലി ബൈ ലോ. അതായത് ലോയിലൂടെയാണ് കമ്പനി ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ഡിസോൾവ് ആവുന്നതും ലോയിലൂടെ. അതായത് പീപ്പിൾ മേ കം ആൻഡ് ഗോ ബട്ട് ദ കമ്പനി മസ്റ്റ് ഗോ ഓൺ അങ്ങനെയാണ് പറയുന്നത്. ആൾക്കാർ വന്നും പോയിരിക്കും, കമ്പനിയിലുള്ള മൊത്തം ആൾക്കാരും പോയാലും കമ്പനി എന്താണ്, നിയമത്തിൻ്റെ മുന്നിൽ കോടതി ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യണം എന്ന് പറയുന്നത് വരെ ഒരു കമ്പനി നിലനിൽക്കും. അതാണ് പെർപെച്വൽ സക്സഷൻ. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി. വേറെ ഏത് ഓർഗനൈസേഷനും ഇല്ലാത്തൊരു ഫീച്ചറാണ്. കമ്പനിയിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് പോലെയല്ല, ഇതൊരു ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷനാണ് കമ്പനി. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർസ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ ഇത്രയാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ്. Who is a company auditor? An auditor appointed to conduct the audit of companies is known as a company. പറയുന്നത് ക്വാളിഫിക്കേഷൻസ് ഓഫ് കമ്പനി ഓഡിറ്റർ, അതായത് ഹൂ ക്യാൻ ബി എ കമ്പനി ഓഡിറ്റർ. ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആവാൻ പറ്റുന്നത് ആർക്കാണ്? അതായത് കമ്പനിക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫേമിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ലൈക്ക് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓഡിറ്റർ. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 ഓഡിറ്റേഴ്സ് കൂടിയിട്ട് ഒരു ഫേം നടത്തി അവർ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, അവരെ വേണമെങ്കിലും ഏൽപ്പിക്കും. രണ്ടാണെങ്കിലും വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ കമ്പനി ഓഡിറ്റർ? അത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 226 ഓഫ് ദ കമ്പനീസ് ആക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലാത്ത ഒരാൾക്കും കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഹി ഷുഡ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അണ്ടർ ദി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. പിന്നെ അതുമാത്രം പോരാ, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഹി ഷുഡ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പ്ലസ് ഹി ഷുഡ് ഹോൾഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അതേപോലെ അയാളുടെ കയ്യിൽ എന്തും കൂടെ വേണം, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ഇനി സപ്പോസ് ദ കമ്പനി ഡിസൈഡ്സ് ടു അപ്പോയിൻറ്റ് എ ഫേമിനെയാണ് ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ഫേമിൽ എങ്ങനെയായിരിക്കണം? ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് ദ സച്ച് എ ഫേം ഷുഡ് ബി ചാർട്ടേഡ് അക്കൗണ്ടൻസ് അണ്ടർ ദി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. ആ ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. അതുമാത്രമല്ല എല്ലാ ആൾക്കാർക്കും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. കമ്പനിയുടെ ഡിസിഷനാണ് ഇൻഡിവിജ്വലിനെ അപ്പോയിൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫേമിനെ അപ്പോയിൻറ്റ്. രണ്ട് ആണെങ്കിലും എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ദേ ഷുഡ് ബി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് ദേ ഷുഡ് ഹോൾഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഇതാണ് ക്വാളിഫിക്കേഷൻസ്
for being appointed as company auditors. Okay. ഡിസ്ക്വാളിഫിക്കേഷൻസ്. അത് ഇനി പറയുന്ന 6 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദേ ആർ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അല്ലെങ്കിൽ ഇനി പറയുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും അവർ ചാർട്ടേഡ് അക്കൗണ്ടൻസും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഇനി പറയുന്ന 6 കാറ്റഗറിയിൽ അവർ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കമ്പനീൻ്റെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്കൊക്കെയാണ്? 1, എ ബോഡി കോർപ്പറേറ്റ്. ഒരു ബോഡി കോർപ്പറേറ്റിന് ഒരിക്കലും ഒരു കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ്, ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദ കമ്പനി. ഇപ്പോൾ സപ്പോസ് അസ്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, പ്ലസ് ABC ലിമിറ്റഡിൽ ഒരു എംപ്ലോയിയും കൂടെയാണ്. ഇപ്പോൾ ABC ലിമിറ്റഡിൽ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് ബൈ പ്രൊഫഷൻ അവളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കൂടെയാണ്. അപ്പം കമ്പനി എന്ത് വിചാരിച്ചാൽ നമുക്ക് അറിയുന്ന ആൾ തന്നെയല്ലേ അസ്ന, അപ്പോൾ അസ്നേനെ ഓഡിറ്റ് ഏൽപ്പിക്കാമെന്നിരിക്കും. പക്ഷേ ഒരിക്കലും അസ്നക്ക് വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എ പേഴ്സൺ ഹൂ ഈസ് എ പാർട്ട്ണർ ഓർ ഹൂ ഈസ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയിൽ, അതായത് എ പേഴ്സൺ ഹൂ ഈസ് എ പാർട്ട്ണർ ഹൂ ഈസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അസ്നക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അസ്ന എന്ത് ചെയ്തു? അസ്ന ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അസ്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ല, അപ്പോൾ അസ്നയുടെ കീഴിലുള്ള വേറൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് നാഫിയ. അപ്പോൾ അസ്ന എന്ത് ചെയ്തു? എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, നാഫിയ പോയി ഓഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയും ചെയ്യാൻ പറ്റില്ല, കാരണം അസ്ന എന്താണ്, ഈ ABC ലിമിറ്റഡിലെ എംപ്ലോയി ആണ്. പക്ഷേ അസ്നയുടെ എംപ്ലോയി ആണ് ആര്? നാഫിയ. അപ്പം ഓൾറെഡി നിങ്ങൾ കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് അതേ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കീഴിലുള്ള എംപ്ലോയീസിനും അവിടെ പോയി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കമ്പനിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, അപ്പോൾ 3 എണ്ണമായി. 4-മത്തേത്, എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡെപ്റ്റഡ് ടു ദി കമ്പനി ഓർ ഹൂ ഹാസ് ഗ്യാരണ്ടീഡ് എ ഡെപ്റ്റ് ഫോർ മോർ ദാൻ ₹1000. ഓക്കെ, അപ്പം അസ്നക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് സുരയ്യ. സപ്പോസ് സുരയ്യ ഈ കമ്പനിയിലത്തെ മെമ്പറൊന്നുമല്ല, പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഒക്കെ ശരിയാണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു? എന്നാൽ പിന്നെ സുരയ്യനെ നിയമിക്കാമെന്ന് വെച്ച് സുരയ്യയുടെ അടുത്ത് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകും. പക്ഷേ എന്ത് പറ്റും? സുരയ്യക്ക് കുഴപ്പമൊന്നുമില്ല, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ബോഡി കോർപ്പറേറ്റ് അല്ല, കമ്പനിയുടെ എംപ്ലോയി അല്ല, കമ്പനിയുടെ എംപ്ലോയിയുടെ എംപ്ലോയിയും അല്ല. പക്ഷേ എന്തുണ്ട്? സുരയ്യ കമ്പനിയിൽ നിന്ന് കടമെടുത്തിരുന്നു. ഒരു ₹2000 കമ്പനിയുടെ അടുത്ത് നിന്ന് കടമെടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കമ്പനിയിലേക്ക് ഇൻഡെപ്റ്റഡ്, അല്ലെങ്കിൽ ഇപ്പോൾ സുരയ്യ കമ്പനിക്ക് ഒരു ₹2000 കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ₹1000 താഴെയുള്ള കടമാണെങ്കിൽ, ഇപ്പോൾ സുരയ്യക്ക് ഒരു ₹900 ഡെപ്റ്റ് ആണെങ്കിൽ ഓക്കെ, സുരയ്ക്ക് വന്നിട്ട് ഓഡിറ്റ് ചെയ്യാം. പക്ഷേ ₹1000 കൂടുതലുള്ള കടം ഉള്ള ആൾക്കാർക്ക് കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത്, എ പേഴ്സൺ ഹു ഇസ് എ ഡയറക്ടർ ഓർ മെമ്പർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി. പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടറോ മെമ്പറൊക്കെ ആയിട്ടുള്ളവർക്കും ആ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത്, എ പേഴ്സൺ ഹു ഇസ് എ ഡയറക്ടർ ഓർ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് മോർ ദാൻ 5% ഓഫ് ദി ക്യാപിറ്റൽ ഓഫ് എ പബ്ലിക് കമ്പനി. ഇനി ഉള്ളത് ഷേലക്ക് ഈ പറഞ്ഞ പോലെ CA ആണ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്, ബോഡി കോർപ്പറേറ്റ് അല്ല, ഓഫീസർ അല്ല, എംപ്ലോയിയുടെ എംപ്ലോയി അല്ല, കടവും ഇല്ല, ഒരു കമ്പനിയുടെ ഡയറക്ടറും അല്ല. പക്ഷേ ഷേലനെ നോക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഷേല ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഷെയർ വാങ്ങിച്ചത് എത്രയാണെന്ന് വെച്ചാൽ, കമ്പനിയുടെ ടോട്ടൽ ഷെയറിൻ്റെ 10% ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ഷേലയാണ്. അപ്പോൾ ഷേലക്കും ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കമ്പനിയുടെ ടോട്ടൽ ഉള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ 5% കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ആ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻസും ക്വാളിഫിക്കേഷൻസ് 2 ഉള്ളൂ. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈവൺ ഇഫ് നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ കൂടെ നിങ്ങൾ ഈ 6 കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇഫ് എൻ ഓഡിറ്റർ ബിക്കംസ് ഡിസ്ക്വാളിഫൈഡ് ആഫ്റ്റർ ഹിസ് അപ്പോയിൻമെൻറ്റ്, അതായത് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ
കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അപ്പോയിൻറ്റ് ചെയ്ത ശേഷമാണ് ഇവർ പറഞ്ഞ ഡിസ്ക്വാളിഫിക്കേഷൻസ് വരുന്നതെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഹീ ഷാൽ ബി ഡീം ടു ഹാവ് വെക്കേറ്റഡ് ഹിസ് ഓഫീസ് ആസ് സച്ച്. എപ്പോഴാണോ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പം തന്നെ അയാൾ ഓഫീസ് ഒഴിയണം, അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റർ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞ് പോവണം. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻസും ഡിസ്ക്വാളിഫിക്കേഷൻസും. താങ്ക് യു.